നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമാണെന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ബ്ലഡാണ്. അപ്പോൾ അതിൽ ബ്ലോക്ക്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാരണമാണ് പൈപ്പിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പൈപ്പ് മോശമാണ്, പൈപ്പിൽ അവിടെ ഇവിടെയൊക്കെ ക്രാക്സ് ഉണ്ട്, അവിടെ ഈ ഉൾഭാഗം ഡാമേജ്ഡ് ആണ്, അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കറിയാം അവിടെ ഒരു അഴുക്ക് പോയി അവിടെ പറ്റിയിരിക്കും. അതുപോലെ തന്നെയാണ് രക്തക്കുഴലുകൾ ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ, രക്തക്കുഴലുള്ള വാൾസ് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ കൊളസ്ട്രോൾ അടിയാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴാണ് ഈ രക്തക്കുഴലിൻ്റെ വാൾസിന് പ്രശ്നം വരുന്നത്? ഈ പ്രഷർ വളരെ ഹൈ ആണ്, ബ്ലഡ് പ്രഷർ വളരെ ഹൈ ആണ്. ഇപ്പോൾ എന്ത് വെച്ചാൽ പ്രഷർ, ഈ രക്തക്കുഴലിനുള്ളിലെ പ്രഷറാണ് ഈ പറയുന്ന പ്രഷർ എന്ന് പറയുന്നത്. ആ രക്തക്കുഴലിൻ്റെ വാൾസിനെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും, അവിടെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഇഞ്ചുറീസ് എല്ലാം കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ അതവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ രക്തക്കുഴലുകളെ ഈ ഡാമേജ് ഉണ്ടാക്കുന്ന വേറെ കാരണമാണ് പുകവലി. പുകവലിക്കുമ്പോൾ പുകയിലെ ടോക്സിൻസും അതിൽ ഈ നിക്കോട്ടിനും അതുപോലെ മറ്റ് പല ടോക്സിൻസും ഉണ്ട്, അതെല്ലാം രക്തക്കുഴലിലെ വാൾസിന് ഇഞ്ചുറി ഉണ്ടാകും. അപ്പോൾ അതും എല്ലാം അവിടെ എല്ലാം കൊളസ്ട്രോൾ പോയി ഡെപ്പോസിറ്റ്, ഫൈനൽ പ്രോസസ്സ് കൊളസ്ട്രോൾ അടിക്കുക എന്നുള്ളതാണ്. അതവിടെ വന്ന് ഇരുന്ന് അതെ അത് നമ്മൾ പല പല റീസൺ കൊണ്ടാണ് ഉണ്ടാകുന്നത്. കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പാണ്, കുറേയൊക്കെ പാരമ്പര്യമായിട്ടാണ്, കുറേയൊക്കെ ഫുഡാണ്. ഇതിൽ പാരമ്പര്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാരമ്പര്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. ഡയബറ്റീസ് ഉണ്ട്, പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. ഡയബറ്റീസ് റൺസ് ഇൻ ഫാമിലീസ്. അതുള്ളവർക്ക് നേരത്തെ അത് മനസ്സിലാക്കി നേരത്തെ അതനുസരിച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടിരിക്കും.